ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് കടം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രം, പൈസ കൊണ്ടുനടക്കാതെ ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ കടമെടുക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യമല്ല. അപ്പൊ കഴിവതും പണം കൊടുത്ത് തന്നെ ഷോപ്പ് ചെയ്യുന്നൊരു ശീലത്തിലേക്ക് വളരെ റെയറായിട്ട് മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡിന്റെ പൈസ അടുത്ത മാസത്തേക്ക് അടയ്ക്കാനോ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പോവുകയോ ചെയ്യരുത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും വളരെ ഹൈ ആണ് അതിന്. അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും അവർ ഫോണിൽ വിളിച്ച് നമുക്ക് ലോൺ ഓഫർ ചെയ്യും. ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡിലെ ലോൺ ഓഫേഴ്സ് സ്വീകരിക്കരുത്. അത് നമ്മൾ അവർ പറയുന്നതിന് കഴിഞ്ഞൊക്കെ വളരെ കൂടുതൽ ഹിഡൻ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമുള്ളതാണ്. പിന്നെ കടമുള്ള ആൾക്കാർക്ക് മറ്റൊരു വിധത്തിൽ ചെലവ് കുറയ്ക്കാനായിട്ട് ചെയ്യാവുന്നത്, ഈ ആവശ്യമില്ലാത്ത, നമ്മൾ ഉപയോഗിക്കില്ലാത്ത, ഇനി നമുക്ക് ഒരിക്കലും ആവശ്യം വരാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങാതിരിക്കുക. ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, വീട്ടിലേക്കുള്ള മെഷീനറി ആണെങ്കിലും ശരി, യൂട്ടൻസിൽസ് ആണെങ്കിലും ശരി, ആഹാര സാധനങ്ങളാണെങ്കിലും ഉപയോഗിക്കുന്നത് മാത്രം നമ്മൾ ചേരുക. അതുപോലെ നമുക്ക് നല്ല കടബാധ്യതയിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വീട് നമുക്ക് ഉപയോഗിക്കണമെന്നില്ല. നമുക്കിപ്പോൾ 8 മുറികളുള്ള വീട് ഉപയോഗിക്കണമെന്നില്ല. 2 ബെഡ്റൂമുള്ള വീട്ടിലിപ്പം ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി മാത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടി ജോലിക്ക് പോകാനായിട്ടില്ല, പഠിക്കാൻ പോയിരിക്കുകയാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ എടുത്തിട്ട്, കൊച്ചു അപ്പാർട്ട്മെന്റ് എടുത്ത് അങ്ങോട്ട് മാറാം. നമുക്ക് വലിയ വീടുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്താൽ ചിലപ്പോൾ അത് വലിയ ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും എക്സ്പെൻസ് കുറഞ്ഞ മേഖലയിലേക്ക് നമുക്ക് മാറുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും ശരി, വസ്ത്രങ്ങളെ സൂക്ഷിക്കുകയും അത് സമയാസമയത്ത് അത് റിപ്പയർ ചെയ്ത് തയ്ച്ചൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേക്ക് നമുക്കത് കൂടുതൽ കാലം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. അതിൽ നിന്ന് കോസ്റ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. പുറത്തൊക്കെയാണ് ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യുക, ക്ലോത്തിനെ ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്തിനെ അവർ പിന്നെ സ്പോർട്സിനും ഇല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴൊക്കെ ഉപയോഗിച്ച ക്ലോത്തിനെ വീണ്ടും ഉപയോഗിക്കുക. അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ചിലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഹോളിഡേയ്സിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്, ഒരുപാട് ചിലവാക്കുന്നത്. അതിന് പകരം നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറഞ്ഞ ഫാമിലി ആയിട്ട് നമ്മൾ ബീച്ചിൽ പോവുകയോ അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെ അതിലെ വനത്തിലേക്ക് പോവുകയോ ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള എന്റർടൈൻമെന്റിലേക്ക് നമുക്ക് പോകാം. അപ്പം ചിലവ് ഒത്തിരി കുറയും. ഈവൻ നമുക്ക് ഫാമിലികൾ തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ടൂർ തന്നെ ആകാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ കടബാധ്യത ഇല്ലാതാക്കുകയും സമ്പത്ത് കൂട്ടാനുമായിട്ട് ചെയ്യുന്നത് പെയിൻ ആൻഡ് പ്ലഷർ വെച്ചിട്ട് ലിവറേജ് ചെയ്യുക. അതായത് കടം വരുന്നതും നമുക്ക് ചെലവുകൾ കൂടുന്നതിനും ഒരു പെയിൻ, ആ സമയത്ത് നമുക്ക് സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്ലഷർ, ആ രീതിയിൽ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് പോവുകയോ വീട്ടിൽ പ്രത്യേക ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യുക. ഒരുപാട് കടം കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിന്നർ കട്ട് ചെയ്യുകയോ കഠിനമായി എക്സസൈസ് ചെയ്യുകയോ ഒരു പെയിൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രെയിന് കൂടുതൽ കടം വാങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഒഴിവാക്കി കിട്ടും. സമ്പത്തുണ്ടാക്കുന്ന ചിന്തകൾ മാത്രം എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരിക. കൂടുതൽ ചിന്തകൾ നമുക്ക് സമ്പത്തുണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതുപോലെ നമ്മൾ ഷോർട്ട് ടൈം സേവിങ്സ് ഗോൾസ്, വരാവുന്ന കണ്ടിജൻസീസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് ടൈം സേവിങ്സ് ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ലോങ് ടൈം ബോറോയിങ് ഫോർ ഷോർട്ട് ടൈം സ്പെൻഡിങ്, കുറച്ച് നാളത്തേക്ക് ചെലവാക്കാനായിട്ട് ദീർഘകാല ലോണുകൾ എടുക്കുക. ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ ലാപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്യുക. അതൊക്കെ കഴിവതും ഒഴിവാക്കണം. ഒരു പേയ്മെന്റും ഒരു കാരണവശാലും മിസ് ചെയ്യപ്പെടാനോ ഡിലേ ചെയ്യപ്പെടാനോ ഇടവരരുത്. ഡിസ്കവർ ഐഡിയാസ് ഫോർ ക്രിയേറ്റിംഗ് സർപ്ലസ് മണി. നമുക്ക് സർപ്ലസ് മണി, അധികം പൈസ വരാവുന്ന, പണം ഉണ്ടാക്കാവുന്ന ഐഡിയാസ് എല്ലാ സ്ഥലത്തും നമ്മുടെ മനസ്സിലേക്ക് കയറാനും അതിനെ ആ ഇൻപുട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി ഏറ്റവും നല്ല രീതിയിൽ പണം ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. ബില്യണയർ മൈൻഡ് സെറ്റിലൊക്കെ നമ്മൾ പഠിക്കുന്ന ലെവറേജസ്, എപ്പോഴും നമ്മൾ പണം ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ലെവറേജസ്, ഏതാണ്ട് 45ഓളം ലെവറേജസ് ഈ ഒരു ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം തീരുമ്പോഴത്തേക്കും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതുണ്ട്, അതിൻ്റെ കണ്ടെയ്നേഴ്സ് റീയൂസ് ചെയ്യാവുന്നതുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മൾ പലതും റീയൂസ് ചെയ്ത് എക്സ്പെൻസസ് കുറയ്ക്കാനായിട്ട് കഴിയണം. നമ്മൾ ഇപ്പം ക്യാരി ചെയ്യുന്ന ഡെറ്റിൻ്റെ കൂടെ ഇനി ഒരു അഡീഷണൽ ഡെറ്റ് കൂടെ കൂട്ടൂല, ഇത് കുറച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ നമുക്കൊരു തീരുമാനം വേണേൽ കൊണ്ടുവരാം. പുസ്തകം വായിക്കേണ്ടത്, കടമുള്ളവർ പ്രത്യേകമായിട്ട് പുസ്തകം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ലൈബ്രറികളിൽ നിന്നും ബോറോ ചെയ്തൊക്കെ നമുക്ക് ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബുക്കുകൾ കുറയ്ക്കാൻ പറ്റും. പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്നത്, ഞാൻ പറഞ്ഞു ചെറിയ എക്സ്പെൻസ് പോലും, ചെറിയ ഒരു സൂചി പോലും ഒരു വലിയ ഷിപ്പിനെ മുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സ്ഥലമുള്ള ആൾക്കാർക്ക്, അപ്പോൾ 5 സെന്റ് സ്ഥലമുള്ള ആൾക്കാർക്ക് 2 പപ്പായ 3 പപ്പായ വേണേലും വെക്കാം. അത്യാവശ്യം ബാക്കിയായിട്ടുള്ള ഒരു പച്ചക്കറി കൃഷി ചെയ്യാം. അപ്പോൾ സ്ഥലം കൂടുതലുള്ളവർക്ക് കൂടുതൽ കൃഷി ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾക്കെല്ലാം അവിടെ നിന്ന് ഉത്പാദിപ്പിക്കാം. അതിൽ നിന്ന് ചിലപ്പോൾ വരുമാനവും വരാം. അതുപോലെ കൂടെ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി പാർട്ടി നടത്തുന്നതിന് പകരം കഴിവതും വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കുക. ആരോഗ്യത്തിന് നല്ലതാണ്, അതോടൊപ്പം നമ്മുടെ ചെലവ് ഒരുപാട് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അകലെ യാത്രയ്ക്ക് പോവുക,
ഒരു 300 കിലോമീറ്റർ ദൂരമുള്ള ഒരു അകല യാത്രയ്ക്ക് പോകുക. നമുക്ക് വീട്ടിൽ കാറുണ്ട്, സുഖമായിട്ട് നമുക്ക് പോകാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ചിലവ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാം, ഇല്ലെങ്കിൽ വോൾവോ ബസ് പോലെ, ഇല്ലെങ്കിൽ ആ മറ്റ് സൂപ്പർ ഫാസ്റ്റ് പോലുള്ള ബസ്സുകളിൽ പോകാം. അപ്പോൾ അല്പം വെയിൽ കൊള്ളുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്, വേർക്കുന്ന വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചിലവ് അങ്ങനെ കുറയ്ക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും ആൾക്കാരെല്ലാം ഇന്ന് മിനറൽ വാട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിൽ കിണറ്റിൽ നിന്നുള്ള വെള്ളം പ്യൂരിഫൈ ചെയ്ത ക്ലീൻ വാട്ടർ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഓരോന്നും വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഇത് ഞാൻ ഉപയോഗിക്കുമോ, ഇതെനിക്ക് പ്രയോജനപ്പെടുമോ, ഇതെനിക്ക് ആവശ്യമുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഒരു പോക്കിന് അത്യാവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു തീർക്കുക. വീണ്ടും വീണ്ടും ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മുടെ സമയത്തിന്റെ പണം, അതുപോലെ വാഹനം ഓടിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ യാത്രയുടെ ചെലവ്, പിന്നെ ഓപ്പർച്യൂണിറ്റി, ഇത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല നേട്ടം ഉണ്ടാകുമായിരുന്നു, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ ചില സാധനങ്ങൾ വാങ്ങിക്കുന്ന നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാനായിട്ടുള്ള ഇതുണ്ട്. ചില സംഭവം പ്രത്യേകമായിട്ട് ഓഫേഴ്സ് വരും. ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് 50% ഓഫേഴ്സിൽ പല വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ സമയം നോക്കി പെട്ടെന്ന് വാങ്ങിക്കാതെ ആ സമയം നോക്കിയിരുന്ന് വാങ്ങിക്കാം. നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ അവരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യാം, വില പേശി നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ കുറയ്ക്കാൻ പറ്റുന്നതെല്ലാം കുറപ്പിച്ച് നോക്കാം. പിന്നെ മാർജിൻ ഫ്രീ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കാം. പിന്നെ വാങ്ങാനുള്ള സാധനത്തിന് നമുക്കിപ്പോൾ ഒരു TV വാങ്ങാനുണ്ടെങ്കിൽ ആ ഒരു കവറിനകത്ത് കുറച്ച് പൈസ ഇട്ട് 2000 രൂപ ഇട്ട്, പിന്നെ 5000 ഇട്ട്, 3000 ഇട്ട്, 7000 ഇട്ട്, അപ്പോൾ ആ കവർ നമുക്ക് അതായിട്ട് വാങ്ങിക്കാനുള്ള എമൗണ്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കവറങ്ങ് നിറയും. അപ്പോൾ ആഗ്രഹം വരുമ്പോഴെല്ലാം വാങ്ങിക്കണമെന്ന് ആഗ്രഹം വരുമ്പോഴെല്ലാം അതിനകത്ത് കുറച്ച് പൈസ കൊണ്ടിടുക. അങ്ങനെ നമുക്ക് കുറച്ച് പണം ആയതിനു ശേഷം വാങ്ങിക്കുന്നത് വളരെ സഹായിക്കില്ല. ആ ലയബിലിറ്റിയോടെ നമുക്ക് കടത്തിന് പുറമെ വീണ്ടും കടത്തിലേക്ക് വരും. പിന്നെ ഇപ്പോഴത്തെ ഒരു നല്ലൊരു നേട്ടമാണ് ഷോപ്പ് ഓൺലൈൻ. വിശ്വസിക്കാവുന്ന സൈറ്റുകളിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ റോഡിൽ പോയി വാങ്ങിക്കുമ്പോഴത്തേക്കും കാറ് പാർക്ക് ചെയ്യാനോ വാഹനം പാർക്ക് ചെയ്യാനോ യാത്ര കൃത്യമായിട്ട് അവിടെ എത്താനൊക്കെ ബുദ്ധിമുട്ട് വരും. ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ 30%, 40% നമുക്ക് കുറവിൽ കിട്ടും. അതുപോലെ തന്നെ ഡെറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ മാരകമായ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇന്ന് 10-20 ലക്ഷം രൂപയൊക്കെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ രോഗമാണ് വീണ്ടും വീണ്ടും പലപ്പോഴും നമ്മളെ കടത്തിൽ നിന്നും കടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും ഹെൽത്തിനെ സംരക്ഷിക്കാനും ഈ രണ്ട് കാര്യം നമ്മൾ നോക്കുക. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കടബാധ്യത വരാനായിട്ട് ഈ രോഗങ്ങൾ വഴി കടം കൂടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കാര്യത്തിൽ ചെറിയ മുട്ടുവേദന വന്നു, ചെറിയൊരു പനി വന്നു, അപ്പം തന്നെ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി എല്ലാ ചെക്കപ്പുകളും നടത്തുന്നതിന് പകരം ചിലപ്പോൾ നമുക്ക് ജനറിക് മെഡിസിൻ ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലും മെഡിസിൻ വാങ്ങിച്ച് തീർക്കാനോ, ഹോം റെമഡി ഉണ്ടോ, ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിനായ അലോപ്പതി കൊണ്ടോ, ഇല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഹോമിയോപ്പതി പോലുള്ള സിസ്റ്റം കൊണ്ടൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാവുന്നതിന് പകരം കംപ്ലീറ്റ് പോയി ചെക്കപ്പ് ചെയ്ത് എല്ലാം 24,000 രൂപ സ്പെൻഡ് ചെയ്ത് അടുത്ത രോഗം വരുമ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ വീട്ടിലുള്ളവരാണ്, ഇപ്പോൾ ഷുഗർ ഉള്ളതാണ്, ഫാദറിനും മദറിനും ഷുഗർ ഉള്ളവരാണ്, അവർക്ക് പെട്ടെന്ന് ഷുഗർ ലെവലൊക്കെ താന്നു പോയിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി വീണ്ടും 20,000, 40,000 സ്പെൻഡ് ചെയ്യുന്നതിന് പകരം അതൊരു ശീലമാക്കി വെച്ച് അവർക്ക് സ്വല്പം ഷുഗർ കുറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെന്തെങ്കിലും ഒരു മിഠായി വല്ലതും കഴിക്കാനോ, ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബോളോ ഗ്ലൂക്കോസ് മിഠായിയോ കഴിക്കാനൊക്കെ സംവിധാനം ചെയ്തു വെച്ചാൽ ആ ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാനായിട്ട് പറ്റും. അതല്ലേ നമുക്കൊരു ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അളന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുത്ത് കാര്യം എന്താ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. പല പാവപ്പെട്ട ആൾക്കാരും ഈ കൂടെ ഷുഗർ ലെവൽ താന്നു പോയിട്ട് പ്രായമായവരെയും കൊണ്ട് പെട്ടെന്ന് ഓടി ഭയങ്കര കടബാധ്യതയിൽ പോകുന്നുണ്ട്. അത് അവർ ശീലിക്കാത്തത് കൊണ്ടാണ്, രീതി പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ പലപ്പോഴും ഇൻഷുർ ചെയ്ത് വെക്കുന്നത് നമുക്ക് ചെലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ അത് നമുക്ക് ആ വഴി ഒന്ന് നോക്കാം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസ് ഒക്കെ ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തെല്ലാം ടാക്സ് ബെനിഫിറ്റ്സ് കൊണ്ട് നമുക്ക് എവിടെയെല്ലാം മണി സേവ് ചെയ്യുക എന്നുള്ള നമ്മുടെ അവയർനെസ് വളരെ നന്നായിരിക്കും. പീരിയോഡിക്കലായിട്ട് മാസം തോറുമോ 2 മാസം കൂടുമ്പോഴോ നമ്മുടെ ഈ കടബാധ്യതയുടെ പൊസിഷൻ നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഏറ്റവും എസെൻഷ്യലായിട്ട് ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്താണ്, അപ്പോൾ അത് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാത്രം വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നന്നായിരിക്കും. നമുക്ക് വളരെ കുറച്ച് ചെലവാക്കുന്നതും കുറച്ച് ഉപയോഗിക്കുന്നതും സേവ് ചെയ്യുന്നതൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മാനസിക മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അതുവഴി സമ്പത്ത് ആർജിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സെൽഫോണിലുള്ള വലിയ ഹയർ പ്ലാനുകൾ, അൺനെസസറി യൂസേജസ്, ഒരുപാട് ആവശ്യമില്ലാത്ത ഡൗൺലോഡ്സ്, അപ്പം അങ്ങനെ ഒരുപാട് ഫോണിൻ്റെ ബില്ലുകൾ, TV ചാനൽസ്, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് ഒത്തിരി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കടബാധ്യതയ്ക്ക് പുറത്തേക്ക് വരാം. പിന്നെ എപ്പോഴും നമ്മൾ കത്തുകൾ അയക്കുന്നതിനും കുരിയർ അയക്കുന്നതിന് കഴിഞ്ഞും കുറച്ചുകൂടെ നല്ലത് നമ്മൾ ഇമെയിലിൽ കൂടെ അയക്കുകയാണ്. ഇമെയിലിൽ കൂടെ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് നമുക്ക് ചിലവ് പറയുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോഴും ഇൻസുലേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പാഴാകാതിരിക്കാനും വെറുതെ ബൾബുകൾ കത്തിക്കിടക്കാനോ
അല്ലെ ഫാൻ വെറുതെ കിടക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണം അവിടെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിപ്പോൾ ഈവൻ നമ്മൾ കടബാധ്യത നിൽക്കുകയാണ്, അപ്പോൾ തന്നെ എക്സ്പെൻസീവ് ആയിട്ടൊരു ജിമ്മിൽ പോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ രാവിലെ ഓടാൻ പോകാം, നല്ല രീതിയിൽ നടക്കാൻ പോകാം, നീന്താൻ പോകാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന കഴിഞ്ഞ് എപ്പോഴും നല്ലത് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കലാണ്. അതാണ് നമുക്ക് എപ്പോഴും ലാഭം ഉണ്ടാകുന്നത്. സുഖഭോഗ ജീവിതത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങരുത്. ജീവിതത്തിൽ സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കടവാങ്ങൽ നമ്മൾ നിർത്തണം. അസറ്റ് ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്റ്റീവ് പർപ്പസിനും മാത്രം കടം വാങ്ങിക്കുക എന്നുള്ള പ്രിൻസിപ്പിളിൽ പോകണം. നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളും മെഷീനറികളും സാമഗ്രികളെല്ലാം നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയർ ആൻഡ് ടയറും മറ്റ് ചെലവുകൾ, റിപ്പയർ ചെലവുകൾ നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ഒരുപാട് സർപ്ലസ് വരും. എപ്പോഴും നമ്മൾ ചെലവ് കുറച്ചിട്ട് അധികം ഫണ്ട് വരുത്തിയിട്ട് അതുകൊണ്ട് നമ്മൾ കടബാധ്യത അടച്ചു തീർക്കാനായിട്ട് നോക്കണം. ഡോണ്ട് ക്രിയേറ്റ് അൺനെസസറി ഡെറ്റ്. ആവശ്യമില്ലാതെ കടം വരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ഉള്ളതിൽ നിന്നും പുറത്തു വരാൻ മാത്രമേ ശ്രമിക്കാവൂ. അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മളുടെ ചെക്ക് ബൗൺസ് ചെയ്ത ഒരു ഹിസ്റ്ററി ഉണ്ടാകരുത്. ബാങ്ക് അത് വെച്ചിട്ടാണ് നമുക്ക് റേറ്റ് ചെയ്യുന്നത്. ചെക്കുകളൊക്കെ ബൗൺസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ലോൺ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് കുറച്ച് കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ നമുക്ക് കടബാധ്യതയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു കാര്യം, എപ്പോഴും ഹാപ്പി ആയിരിക്കുക, സന്തോഷവാനായിരിക്കുക. കടം ഉണ്ടെങ്കിലും അത് വീട്ടാൻ എനിക്ക് കഴിയും, അതിന് വഴിയുണ്ട്, എന്നിൽ അതിന് കഴിവ് കിടക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കുടുംബാംഗങ്ങളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കഴിവതും കേസും വഴക്കും പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുക. അതെല്ലാം നമ്മുടെ എനർജി മിസ്യൂസ് ചെയ്യപ്പെടുകയോ അല്ലെ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുകയോ എനർജി ലോസ് ഉണ്ടാകുകയും കടബാധ്യത നമ്മളിപ്പോൾ വരാനായിട്ട് തർക്കങ്ങൾ കൂടുന്ന ആൾക്കാർക്ക് എപ്പോഴും കടബാധ്യത, കേസുകളുള്ള ആൾക്കാർക്ക് കടബാധ്യത കൂടും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ ഗ്രഡ്ജസ് സൂക്ഷിച്ചു വെക്കാതെ, പക സൂക്ഷിച്ചു വെക്കാതെ എല്ലാവരോടും ഫോർഗീവ് ചെയ്യുക. അത് നമ്മുടെ കടബാധ്യത ഒരുപാട് കുറയ്ക്കും. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ഉപകാരസ്മരണ, കൃതജ്ഞത ഇപ്പോൾ ഉള്ളതിൻ്റെ 1000 ഇരട്ടിയായിട്ട് വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് കടബാധ്യത ഒരുപാട് കുറയും. പിന്നെ നമുക്ക് കടബാധ്യത കുറയാനായിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. എല്ലാം ശരിയാകും, ഇനി നന്മയിലേക്കാണ്, ഇനി ഒരുപാട് ഏണിങ്ങിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. പിന്നെ കടബാധ്യതയ്ക്ക് പുറത്തു വരാനും സമ്പത്ത് ആർജിക്കാനും റെഗുലറായിട്ട് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, നമ്മൾ തയ്യൽ പഠിക്കുന്ന പോലെ, നീന്തൽ പഠിക്കുന്നത് പോലെയോ യോഗ പഠിക്കുന്നത് പോലെയോ ഒക്കെ നമുക്ക് ഒരു റെഗുലറായിട്ടൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നദി ഒഴുകുന്ന പോലെയാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ. ഇന്നലത്തെ അറിവുകൊണ്ട് നമുക്ക് നാളെ ഇല്ല ഇന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ എപ്പോഴും പുതിയ അറിവുകൾ നമ്മൾ ആഗ്രഹിക്കാൻ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ IQ വളർത്തണം നമ്മളുടെ. ഇപ്പോൾ സപ്പോർട്ട് സിസ്റ്റം, നമുക്ക് നല്ല സുഹൃത്തുക്കൾ, നല്ല സ്വന്തക്കാർ, നല്ല ഇടപാടുകാർ, എല്ലാം നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. നെഗറ്റീവ് ആൾക്കാരിൽ നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പെൻസസ് ഒഴിവാക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കണം. ആ വഴികളെല്ലാം നമ്മൾ ഒഴിവാക്കാനായിട്ട് മനസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പോൾ ഫ്യൂച്ചർ എക്സ്പെൻസസ് വരാൻ പോകുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രോആക്റ്റീവായിട്ട് കണ്ട് അതിന് പരിഹാരം കണ്ടിട്ട് ആ ഫ്യൂച്ചർ എക്സ്പെൻസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അത് സർജറിയിലേക്കും ഭയങ്കര എക്സ്പെൻസിലേക്കും, അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെ ഒരു രോഗം വന്നു, ക്യാൻസർ വന്നു, ഹ്യൂജ് എക്സ്പെൻസസ് വന്നു, നമുക്ക് ആ രോഗം വരാതിരിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ എല്ലാ ഫ്യൂച്ചർ എക്സ്പെൻസസും പ്രോആക്റ്റീവായിട്ടുള്ള നേരത്തെ കാലകുട്ടിയുള്ള പെരുമാറ്റം കൊണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ പറഞ്ഞ വഴികളെല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കടത്തിന് പുറത്തേക്കും വരാം, അതുപോലെ നമുക്ക് സമ്പത്തിലേക്കും പോകാം. പിന്നെ സമ്പത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും സ്കൂളിൽ നമ്മൾ മിസ് ചെയ്തു പോയ ഒരു സബ്ജക്റ്റാണ് ഈ നീന്തൽ പഠിക്കുന്ന പോലെ, ഇല്ലെങ്കിൽ യോഗ പഠിക്കുന്ന പോലെ വേണ്ട രീതിയിൽ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കാനുള്ള സ്കില്ല്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം, അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ വരാനായിട്ടൊരു ചെറിയ ടെക്നിക്ക് ചെയ്യാവുന്നത്, ആ കോഴ്സിൽ ഇരിക്കുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും അതിലൂടെ കിട്ടാവുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എന്താവശ്യത്തിനും ഉതകുന്ന സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സുഹൃത്തുക്കളെ കിട്ടുന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിഭാവനം ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അനുഭവത്തിൽ 1-2 ആഴ്ച ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരാനുള്ള സമയമുണ്ടാകും, നിങ്ങൾക്ക് വരാനുള്ള പണം ഉണ്ടാകും, തീർച്ചയായിട്ടും ഇതിന് സൗകര്യങ്ങളുണ്ടാകും. കടബാധ്യതയിൽ നിന്ന് പുറത്തേക്ക് വരികയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള സമ്പത്ത് നമുക്ക് ആർജിച്ച് ആ സമ്പത്ത് വെച്ച് നമുക്ക് സുഹൃത്തം ചെയ്യാനും തീർച്ചയായിട്ടും കഴിയും. ഓൾ ദി ബെസ്റ്റ്.